നമസ്കാരം. കേന്ദ്ര സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള അമിത്ഷാ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വമ്പൻ നീക്കങ്ങളാണ്. സഹകരണ മേഖലയെ അഴിച്ചു പണിഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചതോടെ സഹകരണ മേഖലയിൽ ആകെ തന്നെ പൊളിച്ചെഴുതിയിരിക്കുകയാണ് കേന്ദ്രം. കേരളത്തിൽ പിണറായി വിജയന്റെ കുത്തകയായ സഹകരണ മേഖലകളിൽ പാർട്ടി പ്രവർത്തകരെ കുത്തിനിറച്ച് തട്ടിപ്പ് നടത്താൻ പാകത്തിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സമ്പ്രദായം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. സഹകരണ മേഖല ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയാണ്. കേന്ദ്ര സഹകരണ ബാങ്ക് ഡയറക്ടർമാർക്ക് സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർമാരുമായി പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ബില്ലാണ് നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം പാസാക്കിയത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ ചരട് മൊത്തത്തിൽ കേന്ദ്രത്തിന്റെ കൈപ്പിടിയിലാകും. കരുവന്നൂർ അടക്കമുള്ള ഇടതു നേതാക്കളുടെ പണത്തട്ടിപ്പ് കേസിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞതാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിയുടെ അന്വേഷണം നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെ ഈ സഹകരണ മേഖലയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ധനവകുപ്പിലെ പ്രധാനികളെ കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ എടുത്തിരിക്കുന്നത്. അതും അമിത്ഷായുടെ നീക്കം. ഇത് കേരളത്തിന് വലിയ പ്രതിസന്ധിയാണ്. ആ സ്ഥാനത്തേക്ക് അത്രയും പ്രഗത്ഭരായവരെ ഇനി എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രതിസന്ധിയാണ്. കേരളത്തിലെ സഹകരണ മേഖലയെ അടക്കം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സഹകരണ വകുപ്പിന്റെ ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ വകുപ്പിലേക്ക് കേരളത്തിന്റെ താക്കോൽ സ്ഥാനത്തുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ തന്നെയാണ് അമിത്ഷാ എത്തിച്ചിരിക്കുന്നത്. കരുവന്നൂർ അടക്കമുള്ള നിർണായക തീരുമാനം അമിത്ഷാ ഉടൻ തന്നെ എടുക്കുമെന്നും അതിനു മുന്നോടിയായാണ് ഇപ്പോൾ അഗർവാളിന് ഡൽഹിയിൽ ചുമതല നൽകുന്നതെന്നും സൂചനയുണ്ട്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമതലയുള്ള മറ്റൊരു മുതിർന്ന IAS-കാരനായ സഞ്ജയ് കൗളും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോവുകയാണ്. അതും അമിത്ഷായുടെ നീക്കം. KFCയുടെ അധിക ചുമതലയും സഞ്ജയ് കൗളിനാണ്. മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ കൗൾ ഗുജറാത്ത് ടൂറിസം വകുപ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ഉറച്ച ബന്ധങ്ങളുള്ള കൗളിനെയും പ്രത്യേക താല്പര്യത്തിലാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നത്. ജലവിഭവ സെക്രട്ടറി അശോക് കുമാർ സിംഗ് IAS കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ പ്രത്യേക താല്പര്യം കേന്ദ്ര സാംസ്കാരിക വകുപ്പിലേക്കുള്ള അശോക് കുമാർ സിംഗിന്റെ നിയമനത്തിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. സുപ്രധാന ചുമതലയുള്ള 3 IAS-കാരാണ് ഒറ്റയടിക്ക് കേരളം വിട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. ബാങ്കിംഗ് നിയമ ഭേദഗതിയിൽ ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് 4 നോമിനികളെ വരെ വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ലാണ് കഴിഞ്ഞ ദിവസം പാസാക്കിയത്. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളിന്മേൽ നിക്ഷേപകരുടെ താൽപര്യങ്ങൾ പൂർണ്ണമായും പരിരക്ഷിച്ചുകൊണ്ട് വ്യക്തികൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള വ്യവസ്ഥകളും പുതിയ ഭേദഗതി ബില്ലിൽ ലഘൂകരിച്ചിട്ടുണ്ട്. നിലവിൽ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മറ്റാർക്കും ഇതിന്മേൽ അവകാശവാദം ഉന്നയിക്കാനാകില്ല. പുതിയ ഭേദഗതി അനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും മതിയായ രേഖകൾ സഹിതം അവകാശവാദം ഉന്നയിച്ചെത്തുന്നവർക്ക് നിക്ഷേപകന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി പരിപാലിച്ചുകൊണ്ട് കൈമാറാം. പൂർണ്ണമായും നിക്ഷേപ സൗഹൃദ ബില്ലാണിതെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർമാരുടെ കാലാവധി 8 നിന്ന് 10 വർഷമായി ദീർഘിപ്പിക്കാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്തു. കേന്ദ്ര സഹകരണ ബാങ്ക് ഡയറക്ടർമാർക്ക് സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർമാരായി പ്രവർത്തിക്കാനും അനുമതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളം അടക്കമുള്ള എല്ലാ മേഖലകളിലും, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കരുവന്നൂർ അടക്കമുള്ള മേഖലകളിൽ കേന്ദ്രത്തിന്റെ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും. ബാങ്കുകളിൽ നിക്ഷേപമുള്ള ഡയറക്ടർമാരുടെ ലാഭവരുമാനം 5 ലക്ഷത്തിൽ നിന്ന് 2 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാർക്കുള്ള വേതനം നിശ്ചയിക്കുന്നത് വഴക്കമുള്ളതാക്കി. ബാങ്കിംഗ് റെഗുലേറ്ററി അതോറിറ്റി മുൻപാകെ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട തീയതിയിൽ മാറ്റവുമുണ്ട്. മാസത്തിലെ 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ചയ്ക്ക് പകരം 15ാം തീയതിയും മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസവും എന്നാക്കി. ഭേദഗതി ബില്ല് സംസ്ഥാന സഹകരണ മേഖലയിലേക്കുള്ള കൈകടത്തലാണെന്ന് NK പ്രേമചന്ദ്രൻ ആരോപിച്ചു. എന്നാൽ സഹകരണ മേഖലയുടെ പരിധിയിലേക്ക് കടന്നിട്ടേയില്ലെന്നും സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് സംബന്ധമായ പരിഷ്കരണം മാത്രമാണ് ബില്ലിന്റെ ഉള്ളടക്കമെന്നും ധനമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം, 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമം, 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം, 1970 80 ബാങ്കിംഗ് കമ്പനി ഏറ്റെടുക്കലും സ്വത്തുക്കളുടെ കൈമാറ്റലും നിയമങ്ങൾ എന്നിവയിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള പ്രത്യേക ബില്ലാണ് ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല്. ഇതിലാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിർണായകമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അമിത്ഷാ അടക്കമുള്ളവരുടെ ഇടപെടൽ നടത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്.